Hello, my dear students. Welcome back to Ryan's Learning Portal. നമ്മൾ സെമിനാർ റിപ്പോർട്ടിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. സെമിനാർ റിപ്പോർട്ട് ആണ്. നോക്കൂ നിങ്ങൾ, ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. The anti-narcotic club in your school has decided to conduct a seminar on dangers of drug abuse. നെ കുറിച്ച് ഒരു സെമിനാർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ സ്കൂളിലുള്ള ക്ലബ്ബ് തീരുമാനിച്ചു. In your school, you read the program detail. നമ്മളൊരു പ്രോഗ്രാം ഡീറ്റെയിൽ വായിക്കാൻ എന്നിട്ട് എന്ത് ചെയ്യാന് അടിയിൽ നോക്കുങ്ങൾ ബിലോ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ദി സെമിനാർ. ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ. അപ്പൊ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ തന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട്. നോക്കാം നമുക്ക് എങ്ങനെ സെമിനാർ റിപ്പോർട്ട്. നോക്കൂ, സമയം തന്നിട്ടുണ്ട്, എന്താണ് ടോപ്പിക് തന്നിട്ടുണ്ട്, സ്ഥലം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട്, എന്താണ് പ്രോഗ്രാം, പ്രെയർ ആരാന്നുള്ളതും, വെൽക്കം സ്പീച്ച് ആരാന്നുള്ളതും, പ്രസിഡൻഷ്യൽ അഡ്രസ് ആരാന്നുള്ളതും, ഇനോഗ്രേഷൻ ആരാന്നുള്ളതും, ഫെലിസിറ്റേഷൻ ആരാന്നുള്ളതും, പേപ്പർ പ്രസന്റേഷൻ ഇത്രയും ആളുകളെ തന്നിട്ടുണ്ട്, വോട്ട് ഓഫ് താങ്ക്സും നാഷണൽ ആന്തം വരെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ സെമിനാർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഒരൊറ്റ വാക്ക് പഠിച്ചാൽ മതി. ഡെലിവേർഡ് ബൈ എന്ന് പറയുന്ന വാക്ക് പഠിച്ചാൽ മതി. ഏതാ വാക്ക് പറ? ഡെലിവേർഡ് ബൈ. നോക്കൂ നമ്മൾ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ഇതാണ് ഇത്രയും ഡീറ്റെയിൽസ്. നമ്മൾ പണ്ട് നോട്ടീസിന് തന്നില്ലായിരുന്നു, അത്രയും ഡീറ്റെയിൽ ആണല്ലോ നോട്ടീസിന് ഉണ്ടാവില്ല പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഈ ഡീറ്റെയിൽ തന്നെ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെ എഴുതാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ പണ്ട് ഇതേ ചോദ്യം, ഇത് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ എന്ന് പറഞ്ഞ സാധനല്ലേ, the anti-narcotic club in your school നിന്ന് പകരം എന്താക്കുക, our school has decided to conduct a seminar on അല്ലെ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല നമ്മൾ നോട്ടീസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതുന്നു വെച്ചാല് നമുക്ക് ഒരുപാട് രീതി ഉണ്ട്. ഞാനൊരു ഫോർമാറ്റ് പഠിപ്പിക്കാം. എ സെമിനാർ വാസ് ഹെൽഡ്, എ സെമിനാർ ഹെൽഡ്, ഹെഡിങ് കൊടുക്കാം. എ സെമിനാർ വാസ് ഹെൽഡ് കണ്ടക്റ്റഡ് ബൈ, ആരാണോ നടത്തിയത്, ആന്റി നാർക്കോട്ടിക്സ് അല്ലേ സ്കൂള്, ഓൺ ഡേറ്റ് കൊടുക്കുക, ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. റെഡി അല്ലേ മക്കളെ? ദെൻ ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് ദ പ്രെയർ ഓഫ് സ്കൂൾ കൊയർ. സ്കൂൾ കൊയർ കേട്ടോ, സ്കൂൾ കൊയറിന്റെ പ്രാർത്ഥനയോട് പരിപാടി തുടങ്ങി. പിന്നെ ആളെ പേര് കൊടുക്കുക. ആളെ പേരുണ്ടാവില്ലേ, നമ്മളിവിടെ കൊടുത്തിട്ടില്ലേ, വെൽക്കം സ്പീച്ച് ആരാണ്, വേണുഗോപാലൻ MG അല്ലെ, പ്രിൻസിപ്പൽ എന്ന് കൊടുത്തിട്ടില്ലേ, അവിടെ കൊടുക്കുക. ആളെ പേര് കൊടുക്കുക. ദ പ്രിൻസിപ്പൽ വെൽക്കംഡ് ഓൾ ഡിഗ്നിറ്ററീസ് ആൻഡ് ഗ്യാതേർഡ് ഹിയർ. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത ആളെ പേര് കൊടുക്കുക. പ്രിസൈഡഡ് ഓവർ ദി ഫംഗ്ഷൻ, അതായത് വെച്ചാല് പ്രസിഡൻഷ്യൽ അഡ്രസ് ഉണ്ടാവില്ലേ, ഡോക്ടർ കുമരേഷ്, ഡയറക്ടർ ആന്റി നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞ സാധനല്ലേ, അത് ഇവിടെ കൊടുക്കുക. എന്നിട്ടോ എവിടാ പ്രിസൈഡഡ് ഓവർ ദി ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ദ പ്രോഗ്രാം വാസ് ഇനോഗ്രേറ്റഡ് ബൈ ദ ചീഫ് ഗസ്റ്റ്. ആരാണ് ചീഫ് ഗസ്റ്റ് നമുക്കുള്ളത്? ഇനോഗ്രേഷൻ ആണ് ഡോക്ടർ സതീഷ് ചന്ദ്രൻ IAS അല്ലേ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. ഇതിന്റെ മിഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളൂ. ഇറ്റ്സ് വെരി ഈസി റൈറ്റ്. ദെൻ ഡാഷ് ആൻഡ് ഡാഷ് നെയിം അല്ലേ, ഒരാളുടെ പേര് ആരാണ്. ഇപ്പൊ നോക്കുന്നില്ലേ, ഫെലിസിറ്റേഷൻ അവിടെ നിൽക്കട്ടെ, ഇനോഗ്രേഷൻ വരെ പറഞ്ഞില്ലേ. പേപ്പർ പ്രസന്റേഷൻ സെൻട്രൽ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് പറയുന്നില്ല, ആദിത്യ അല്ലെ, ആ പോയിന്റ് നോക്കൂ. ആദിത്യ ആൻഡ് ഒരാളുടെ പേരുണ്ടാവില്ലേ, അയാളുടെ പോസ്റ്റ് കൊടുക്കുക, +2 സ്റ്റുഡന്റ്. സോറി, ഇത് ഫെലിസിറ്റേഷൻ ആട്ടോ. ഫെലിസിറ്റേഷൻ ആരായിരുന്നു പറ, ശ്രീമതി സതി അല്ലെ, വാർഡ് കൗൺസിലർ ആട്ടോ. അപ്പൊ ആളെ പേര് ഇവിടെ കൊടുക്കുക. ചീഫ് ഗസ്റ്റിന്റെ പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാർഡ് കൗൺസിലറുടെ പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആളെ പോസ്റ്റ് കൊടുക്കുക. ഗേവ് ഫെലിസിറ്റേഷൻ ടു ദ പ്രോഗ്രാം, അതും കൊടുത്തു കഴിഞ്ഞിട്ട് പേപ്പർ പ്രസന്റേഷൻ വാസ് മെയ്ഡ് ബൈ, +2 സ്റ്റുഡന്റ് ഇന്ന ആളെ പേര്, അതിന്റെ ടോപ്പിക് ഇവിടെ കൊടുക്കുക. അതിന്റെ അടുത്ത ആൾക്കാരുടെ പേര് ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവില്ല, നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ലേ. ഇത് ഇതേപോലെ തന്നെ പേപ്പർ പ്രസന്റേഷൻ വാസ് മെയ്ഡ് ബൈ എന്ന് കൊടുക്കുക, എല്ലാ ഡീറ്റെയിലും കൊടുക്കുക. ദെൻ നോക്കിക്കോളൂ, they shared their experience in this matter. അവരുടെ ഈ ഒരു വിഷയത്തിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ അവർ പങ്കുവച്ചു. they told many things about it. ഇതിനെ കുറിച്ച് അവർ ഒരുപാട് സംസാരിച്ചു. പണ്ട് ഒരു സിനിമയിലിരുന്ന ഇതിനെ കുറിച്ച് 2 വാക്ക് പറയാം, ഇതൊരു ഇതാണല്ലോ, ഇതിന്റെ ഒരു അത് ഇതാണല്ലോ എന്ന് പറഞ്ഞ മാതിരി അല്ലെ, ഇതിനെ കുറിച്ച് അവർ ഒരുപാട് സംസാരിച്ചു. they gave so many, they gave അല്ല, and they gave ട്ടോ so many suggestions for the ഫർദർ ഡെവലപ്മെന്റ്സ്, വരാനിരിക്കുന്ന ഡെവലപ്മെന്റ്സിന് വേണ്ടി ഒരുപാട് അഭിപ്രായങ്ങൾ, പിന്നെ സജഷൻസ് അവർ നൽകി. ദ പ്രോഗ്രാം കെയിം ടു ആൻ എൻഡ്, ആ പ്രോഗ്രാം അവസാനിച്ചു വിത്ത് വോട്ട് ഓഫ് താങ്ക്സ് അല്ലെ, ഗിവൺ ബൈ, ആരാണ് ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്, ഗിവൺ ബൈ കൃഷ്ണ സ്കൂൾ ലീഡർ അല്ലേ, അത് ഇവിടെ കൊടുക്കുക. Then it was interesting, exciting and amusing അല്ലേ, exciting, interesting, amusing ആണ്. Thousands of students witnessed the program. ആയിരക്കണക്കിന് കുട്ടികൾ ഇത് പ്രോഗ്രാം കണ്ടു. It was one among the best programs that was conducted in our school. ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയായിരുന്നു ഈ ഒരു പരിപാടി. Then the program ended with, ഇങ്ങനെ എഴുതാൻ പറ്റൂട്ടോ, finally the program പറ, the program finally the program ended with the national anthem എന്ന് പറഞ്ഞ സാധനമില്ലടാ,
വിത്ത് ദ നാഷണൽ ആന്തം ബൈ സ്കൂൾ കൊയർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതോട് കൂടിയിട്ട് നമ്മൾ സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോർമാറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലും മിഡിൽ കീ ചെയ്യാൻ മതി. ഇനി ഒന്നും അറിയില്ല എന്നുള്ള ചുമ്മാ നോക്കൂ, ഇത്രയും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ ഈ നോട്ടീസിന് പകരം എന്ത് ചെയ്യുക, എ സെമിനാർ ഹെൽഡ് എന്ന് കൊടുക്കുക. എന്താ കൊടുക്കുക, എ സെമിനാർ ഹെൽഡ്. റെഡി, അത് കൊടുത്തതിന് ശേഷം ഹെൽഡ് കേട്ടോ. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂളിന്റെ നമ്മൾ എന്താക്കി, അവർ സ്കൂൾ ഹാസ് ബീൻ ഡിസൈഡ് ടു കണ്ടക്ട് എന്താക്കുക, കണ്ടക്റ്റഡ് ഹാസ് ബീൻ ഡിസൈഡ് കണ്ടക്റ്റഡ് സെമിനാർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഓൺ ചൈൽഡ് ലേബർ ഡേറ്റ് ടൈം പ്ലേസ് കൊടുക്കുക. ദിസ് പ്രോഗ്രാം അല്ലെ വിൽ ബി ഇനാഗുറേറ്റഡ് എന്താക്കുക, ഇനാഗുറേറ്റഡ് ബൈ ദ ഫേമസ് ആക്ടർ ടൊവിനോ തോമസ് എന്ന് കൊടുക്കുക. ദെൻ ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് നോക്കൂ, ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് ദ പ്രയർ ഓഫ് സ്കൂൾ കൊയർ. ഇൻ ദിസ് പ്രോഗ്രാം വെൽക്കം സ്പീച്ച് വാസ് ഡെലിവേർഡ് ബൈ സ്കൂൾ പ്രിൻസിപ്പൾ. പ്രസിഡൻഷ്യൽ അഡ്രസ് വാസ് ഡെലിവേർഡ് ബൈ സ്റ്റാഫ് അല്ലെ, പിന്നെ സ്റ്റാഫ് സെക്രട്ടറി കേട്ടോ. ഇനോഗ്രേഷൻ ഇല്ലേ, സോറി ഇതിന്റെ ഒരു ഓർഡർ തെറ്റാട്ടോ. ഇനോഗ്രേഷൻ ഡൺ ബൈ ടൊവിനോ, ദെൻ ദ ഫെലിസിറ്റേഷൻ വാസ് ഡെലിവേർഡ് ബൈ അല്ലെ വാർഡ് മെമ്പർ വനജ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ഓഫ് താങ്ക്സ് വാസ് ഡെലിവേർഡ് ബൈ എന്ന് പറഞ്ഞ് കൊടുത്താലും നമുക്ക് എന്താണ്, ആ ഒരു വാസ് ഡെലിവേർഡ് ബൈ പഠിച്ചാൽ തന്നെ പരിപാടി തീരും. സെമിനാർ റിപ്പോർട്ട് റെഡി. താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ഓൾ അബൌട്ട് സെമിനാർ റിപ്പോർട്ട്. മക്കളുടെ ഈ ഫോർമാറ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താങ്ക് യു, ബൈ.